ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാ ടേസ്റ്റ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ കുറച്ച് ഓണം എപ്പിസോഡും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യം നമുക്ക് ഒരു പായസമായാലോ. ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടാവുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. 1/2 കിലോ ചെറുപയർ പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കളർ ഒന്ന് ചെറുതായി മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. പരിപ്പിൻ്റെ ആ പച്ച മണമൊന്ന് മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങയുടെ 3/4 പാലും 2/2 പാലിൻ്റെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഞാനിവിടെ 1 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരയൊന്ന് പാനിയാക്കിയെടുക്കാം. ഞാനിവിടെ 3/4 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ശർക്കരപ്പാനി റെഡിയായിട്ടുണ്ട്. 2 വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് പരിപ്പ് വെന്തോന്ന് നോക്കാം. പരിപ്പെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിനി പായസത്തിന് ആവശ്യമായ തേങ്ങാക്കൊത്തും കശുവണ്ടിയും കിസ്മിസും നെയ്യിൽ വറുത്തെടുക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് തേങ്ങ കൊത്തി അരിഞ്ഞത് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കശുവണ്ടിയും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ഇതേ പാത്രത്തിലേക്ക് തന്നെ വേവിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും ബാക്കിയുള്ള തേങ്ങയുടെ 2/2 പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ശർക്കര പാനി നന്നായിട്ടൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുപയർ പരിപ്പും ശർക്കര പാനിയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുപയർ പരിപ്പ് ശർക്കര പാനിയിൽ കിടന്ന് നല്ല പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 1/4 പാൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഏലക്കയും
ചുക്കും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായി നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും കശുവണ്ടിയും കിസ്മിസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പായസം തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഓണം സ്പെഷ്യൽ വിഭവങ്ങളുമായി വരുന്നത് വരെ ബൈ.